ചുമയും കഫ്കൊട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴമക്കാർ ആദ്യം തേടിയിരുന്നത് ഈ ഒരു ഇലയായിരുന്നു കേട്ടോ. അപ്പോൾ ചുമയും കഫ്കൊട്ടൊക്കെ മാറാതെ നല്ലപോലെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആ ഒരു ഹോം റെമഡി നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ. ഈ ചെടിയുടെ പേര് ആടലോടകം എന്നാണ് കേട്ടോ. ഈ ഒരു ആടലോടകം ഇലയും നാടൻ മുട്ടയും ഉപയോഗിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഓംലേറ്റ് ഉണ്ട്. ഒരു ദിവസം 2-3 നേരം ഇത് കഴിച്ചാൽ നമ്മുടെ ചുമ ഏത് വഴി പോയിന്ന് നമുക്കും കൂടി അറിയില്ല, അത്ര പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പം നമ്മളിത് യൂസ് ചെയ്തിട്ട് അനുഭവം കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോസ് അല്ല കേട്ടോ. അപ്പോൾ 1-2 നാടൻ മുട്ട എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഓംലേറ്റിക്ക് നമ്മൾ കുറച്ച് ഉള്ളി ഇടാറുണ്ടല്ലോ, സവാള, അത് ജസ്റ്റ് ഇടുക, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതായത് ഈ ഒരു ഇലയുടെ ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടൊരു 3-4 ഇല എടുത്തിട്ട് നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ഇല ഞാനിവിടെ ചതച്ചെടുക്കുകയാണ്, നമുക്ക് അരിഞ്ഞിട്ട് വേണമെങ്കിലും ഈ ഒരു ചതച്ച അരവ് നമുക്ക് ആ ഒരു ഓംലേറ്റിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ നമുക്ക് സാധാ ഒരു ഇലയായിട്ട് തോന്നൂലേ, പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ആടലോടകത്തിന്റെ ചെടി പരമ്പരാഗതമായിട്ട് ചുമ, കഫ്കെട്ട്, തൊണ്ടയിലെ അസ്വസ്ഥതകൾ ഇതിനൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴമക്കാർ ഇത് ഭക്ഷണത്തിലും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും നല്ലൊരു സംഭവമാണ്. അപ്പൊ നമ്മുടെ ഓംലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം പൊളിയാണ്. അപ്പൊ നമുക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ചങ്കിൽ കുത്തി നിൽക്കുന്ന ഒരു ചുമയും കഫൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതുകൊണ്ട് മാറും കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ. നാടൻ മുട്ടയിലാണ് ഇത് ചെയ്യേണ്ടത്. ഈ ഒരു ഇലയുടെ നീരായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2-3 ഇല നന്നായി കഴുകി ചതച്ച് നീര് പിഴിഞ്ഞെടുക്കും. മുതിർന്നവർക്ക് 1-2 ടീസ്പൂൺ വരെ ദിവസം ഒരു 2 പ്രാവശ്യമൊക്കെ കഴിക്കാം. അതിന്റെ രുചി പറ്റുന്നില്ല, കുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം തേനൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ആടലോടകം കഷായമായിട്ടും കുടിക്കാം. 4-5 ഇല ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം പകുതിയാകുമ്പോൾ വാങ്ങി അരിച്ചെടുത്തിട്ട് ചൂടാറിയ ശേഷം നമുക്ക് കുടിക്കാം. പ്രത്യേകം പറയാനുള്ളത്, ഗർഭിണികൾ ഈ ഒരു ആടലോടകം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടണം. പിന്നെ 1-2 ആഴ്ചയിൽ കൂടുതൽ നീളുന്ന ചുമയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം. ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അളവിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ ഈ ഒരു റെമഡി ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് പറയാൻ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.